3 ചെറുപ്പക്കാർ കള്ളുകുടിച്ചിട്ട് തോന്നിവാസം ചെയ്യാൻ വേണ്ടി പോകുന്ന നേരത്താണ് അതിൽ 4-ാമൻ കൂട്ടത്തിലെത്തിയിട്ടില്ല. അവൻ പറഞ്ഞത് ദാ ഞാൻ നമ്മുടെ ഇന്നത്തെ രാത്രിയിലെ പാർട്ടിക്കൊരു കൊഴുപ്പ് കൂട്ടാൻ ഞാൻ ഇച്ചിരി മദ്യം വാങ്ങിച്ചിട്ട് വരാം. അങ്ങനെ ഓടുകയാണ് മുസ്ലിമായ ചെറുപ്പക്കാരൻ. പക്ഷേ അള്ളാഹുവിനെ മറന്ന് ജീവിച്ചവൻ. കുറച്ചു നേരമായിട്ട് വരേണ്ട നേരമായിട്ടും കാണാതെ വന്നപ്പോ ഈ കൂട്ടത്തിൽ ഒരുത്തൻ അവനെ തപ്പി ഇറങ്ങുകയാണ്. അവരുടെ കൂടെ ഏതോ ഒരു അന്യ പെണ്ണുണ്ട്. കള്ള് കാത്തിരിക്കുകയാണ് അവരാ രാത്രിയിൽ. പോകുന്ന പോക്കിൽ റോഡ് സൈഡിൽ കാറ് തീ പിടിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ ഓടിക്കൂടുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോ തന്റെ കൂട്ടുകാരന്റെ കാറാണ്. ആളുകൾ അവനെ പിടിച്ചൊരു വിധത്തിൽ അവനെ കാറെന്ന് പുറത്തു ചാടിച്ചു. അവന്റെ ശരീരമാസകലം പൊള്ളലേറ്റിരിക്കുകയാണ്. സർവൈവ് ചെയ്യാൻ സാധ്യതയില്ല, മരിക്കുമെന്ന് ഉറപ്പായി. ഇവനും മുസ്ലിമാണ്, തീപൊള്ളലേറ്റ ആള് മുസ്ലിമാണ്. ഇവനെ കൊണ്ടുപോകുമ്പോ ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് മറുപടി പറയും അവനോട് ഞാൻ എന്ത് പറയും? അവൻ ചോദിച്ചു, ആരോടാ നീ പറയുന്നത്? അള്ളാഹുവിനോട് ഞാൻ എന്ത് പറയും? അപ്പോഴാണ് ബോധം തെളിഞ്ഞത്. അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നിങ്ങളൊക്കെ ഉറങ്ങാൻ, മരണം കൺമുമ്പിലെത്തുമ്പോ നിങ്ങൾ ഉണരും. അപ്പൊ ഉണരും, റബ്ബേ കഴിഞ്ഞോ, നേരം കഴിഞ്ഞോ, ഞാൻ ഇവിടുന്ന് പോവാണോ? ഒരു ഡോക്ടർക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. ഡോക്ടറുടെ മുമ്പിലേക്കൊക്കെ ഒന്ന് കണ്ണിൽ പ്രതീക്ഷയോടുകൂടെ ഡോക്ടറെ എന്തെങ്കിലും നമ്മൾ ശ്രമിക്കാം എന്ന് പറയും. പിന്നെ ഒരു ഒറ്റക്ക് വിളിച്ച് പറയും, പ്രാർത്ഥിക്കേണ്ടവരൊക്കെ പ്രാർത്ഥിച്ചോളൂ, ഒന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ പോവാൻ, ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് പറയും അവനോടെന്ന് അവസാനം പറഞ്ഞിട്ടായി ചെറുപ്പക്കാരൻ മരിക്കുന്നത്. ആ രാത്രിയിലെ ഭയാനകമായ അനുഭവത്തിൽ നിന്നാണ് തന്റെ 3 കൂട്ടുകാരും കള്ളുകുടിയന്മാർ കുടി നിർത്തിയിട്ട് 1-ാം നമ്പർ മുസ്ലിമീങ്ങളും ഇന്നവര് പ്രബോധകരാണ്, ദീനിന്റെ ദഅവത്ത് ചെയ്യുന്ന നല്ല മനുഷ്യരാണ്. അന്ന് കേട്ട സുബഹിയുടെ വാങ്ക്, അപ്പോഴേക്കും നേരം പുലരാനായിരുന്നു. സുബഹിയുടെ വാങ്ക് കേൾക്കുന്ന കൂട്ടുകാരൻ മരിച്ചു കിടക്കുകയാണ്. ഞാൻ എന്ത് പറയും? അന്നൊരു വിളിയാളം കേൾക്കുന്നു, ഹയ്യ അലസ്സലാഹ്, നിസ്കരിക്കാൻ വരണം, പ്രാർത്ഥനയ്ക്ക് വരൂ. ഹയ്യ അലൽ ഫലാഹ്, വിജയം വേണോ? ഇങ്ങോട്ട് പോരിൻ, ഇവിടെ വിജയമുണ്ട്, വിജയത്തിലേക്ക് വാ, നിസ്കാരത്തിലേക്ക് വാ. ഇതൊരുപാട് തവണ ചെവിയിൽ കേട്ട വാക്കാണ്. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല. ഇന്ന് തന്റെ കൂട്ടുകാരൻ ദാരുണമായി മരിക്കുകയും ഞാൻ അവനോടെന്ത് പറയുമെന്നവൻ തിരിച്ചറിവുണ്ടാവുകയും ചെയ്ത ആ ഒരു വാക്കുകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ കഴിഞ്ഞു. ചില ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുന്നത് മറ്റൊരാളിന്റെ അനുഭവമായിരിക്കും. അങ്ങനെയാണ്. തൗബ ചെയ്ത് മടങ്ങുക അള്ളാഹുവിലേക്ക്, പശ്ചാത്താപത്തിന്റെ വാക്കുകൾ പറയുക, അള്ളാഹുവിനോട് പറയുക, സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയുക, റബ്ബേ നിനക്ക് മാപ്പുതാ, വലൗ കാന മിത്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരകളോളം നിങ്ങൾക്ക് പാപങ്ങൾ ഉണ്ടെങ്കിൽ പോലും അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞ ചില ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങളുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയേക്കാം, നിങ്ങളൊക്കെ അത് അറിയുന്ന ആളുകളായിരിക്കും, എന്നാലും നമുക്കൊന്ന് ഒരുമിച്ച് ചെല്ലാം. അതൊന്ന് ചൊല്ലി സുബ്ഹിന്റെ മുമ്പ് നമ്മൾ മരിച്ചാൽ, മൻ ഖാലഹാ മൂഖിനൻ ബിഹാ, മനസ്സുറപ്പിച്ചു പറഞ്ഞാൽ സ്വർഗ്ഗം ഉറപ്പാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഈ ദിക്ർ ചൊല്ലുക. മഗ്രിബിന് മുമ്പ് മരിച്ചാൽ സ്വർഗ്ഗം ഉറപ്പാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നതിന്റെ പേര്. ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب
ഇല്ലാ അൻത്. അല്ലാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് പതിവാക്കുക. എപ്പോഴും അല്ലാഹുവിനോട് ചോദിക്കുക. പാപങ്ങൾ ആകാശത്തോളം ഉയർന്ന പാപങ്ങളുണ്ടെങ്കിൽ പോലും എന്നോട് പൊറുക്കലിന് ചോദിച്ചാൽ ഞാൻ പുറത്തു കൊടുക്കും. വലാ ഉബാലി, എനിക്കത് പ്രശ്നമല്ല എന്ന് അല്ലാഹു തആല നമ്മൾ ചോദിച്ചേക്കുക. പടച്ചവനോട് പുറത്തു താ റബ്ബേ.